ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടീച്ചറെ, പഴയ വീടുകളിൽ എല്ലായിടത്തും തുളസി തറ കാണാറുണ്ട്. പുതിയ വീടുകളിലൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. തുളസിയുടെ മാഹാത്മ്യം എന്താണ് ശരിക്കും? തുളസിയുടെ മാഹാത്മ്യം പഴയ കാലത്ത് വീടുകളെല്ലാം വയ്ക്കുമ്പോൾ വലിയ വലിയ ഇപ്പൊ ബംഗ്ലാവുകൾ, മാളിയ വീട്, അങ്ങനെയൊക്കെയുള്ള എല്ലാ വീടുകളുടെയും ഉമ്മർത്ത് തന്നെ തുളസിത്തറ വച്ചിരുന്നു. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അന്ന് കുറച്ചധികം ഭൂമിയിലാണ് അന്ന് വീട് വയ്ക്കുന്നത്. ഇന്ന് ഭൂമിക്കൊക്കെ ഒരുപാട് വിലയുണ്ട്. ഭൂമിയൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ 5 സെന്റില് 4 സെന്റ് 6 സെന്റ് ഒക്കെ ആയിരിക്കും ഇപ്പൊ വീടുകൾ വയ്ക്കുന്നത്. അപ്പൊ വലിയ വീടും വെച്ച് കഴിയുമ്പോൾ പിന്നെ തുളസിത്തറയ്ക്ക് ഇപ്പൊ ഗേറ്റ് മുതൽ നമ്മളുടെ ഫ്രണ്ട് ഡോറ് വരെ അതിനൊരു വീതി, നീളം, അങ്ങനെയൊക്കെയുള്ള കണക്കുകൾ പോലും ഉണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് അത്രയ്ക്ക് അവർക്ക് അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഒഴിവാക്കാറുണ്ട്. തുളസിത്തറ ഇപ്പോൾ ഒഴിവാക്കാറുണ്ട്. പക്ഷെ തുളസിയുടെ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരാശക്തിയാണ്, ലക്ഷ്മി ദേവിയാണ്, രുക്മിണി ദേവി. ഇതിൻ്റെ എല്ലാം അവതാരമായിട്ടാണ് നമ്മൾ കൃഷ്ണ തുളസിയെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോ ഈ തുളസിത്തറ നമ്മൾ നിർമ്മിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനുള്ളതായിരിക്കുന്ന റെമഡി ഉണ്ട്. അതായത് നമ്മൾ ആ പുതിയതായിരിക്കുന്ന വീടിന് ഇപ്പൊ എല്ലാവരും പറയാറുണ്ട്, പുതിയ വീടുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു സമാധാനമില്ല, ഉയർച്ചയില്ല, കടം കയറി വരുന്നു, കടം തീരുന്നില്ല എന്നൊക്കെ പറയുന്നു. അതിന് ഏറ്റവും സിമ്പിളായിരിക്കുന്ന ഒരു മാർഗമാണ് ഞാൻ തുളസിയുടെ മഹാത്മ്യത്തിലൂടെ നിങ്ങളോട് പറയുന്നത്. അതായത് നമ്മളുടെ വടക്ക് കിഴക്ക് ഭാഗം, വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഈശാന ദിക്ക് എന്നൊക്കെ നമ്മൾ പറയും. ഈ ഈശാന ദിക്കാണ് ദേവന്റെ സ്ഥാനം. അതായത് ദേവസ്ഥാനമായിട്ട്, വിഷ്ണുവിന്റെ സ്ഥാനമായിട്ടാണ് ഈശാന ദിക്കിനെ കാണുന്നത്. വിഷ്ണു എവിടെയുണ്ട് അവിടെ ലക്ഷ്മി ഉണ്ടാകും. കൃഷ്ണൻ എവിടെയുണ്ട് അവിടെ രുക്മിണി ഉണ്ടാകും. അപ്പോൾ ഈ ഈശാന ദിക്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അവിടെ തറ കെട്ടാനൊന്നും പറ്റില്ല, ഒന്നുമില്ല നമുക്ക്. പക്ഷെ നമുക്കൊരു പുതിയ മണ്ണിന്റെ ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് നമ്മൾ അതിൽ കുറച്ച് നല്ല മണ്ണ് നിറയ്ക്കുക. ആ നല്ല മണ്ണിൽ നമ്മൾ ഒരു 50 ഗ്രാമെങ്കിലും നവധാന്യം, കാരണം എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യം നവധാന്യത്തിലൂടെ വരും. അപ്പോൾ 50 ഗ്രാമോളം നവധാന്യം നമ്മൾ അതിൽ നിറയ്ക്കുക. അതിനുശേഷം കുറച്ചുകൂടി മണ്ണിട്ട് നമ്മൾ റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ തുളസി നടുന്നതിന് നമുക്ക് ഒരു തിഥിയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തിഥിയെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടുന്നത്. അതേതെന്ന് വെച്ചാൽ ശുക്ലപക്ഷത്തിലെ പൗർണമി ദിനം നമ്മൾ അതിരാവിലെ, അതായത് സൂര്യോദയം എന്ന് പറയുമ്പോൾ ഒരു 7 മണിക്ക് ഉള്ളിലായിട്ട് നമ്മൾ രാവിലെ ആ വീട്ടമ്മ കുളി കഴിഞ്ഞിട്ട് നാരായണ മന്ത്രം ജപിച്ച് ഈ തുളസി, അവിടെ കുടുംബനാഥനും അടുത്തുണ്ടെങ്കിൽ അങ്ങനെ തന്നെ, അതും നല്ലതാണ്. അപ്പോൾ ഈ അമ്മ നാരായണ മന്ത്രം ജപിച്ചിട്ട് ഈ തുളസി അതിൽ ഇറക്കി വെച്ച്, എന്നിട്ട് അതിൽ നമ്മൾ ആദ്യമായിട്ട് ശുദ്ധജലമല്ല ഒഴിക്കേണ്ടുന്നത്, പാലാണ് അതിൽ ഒഴിക്കേണ്ടുന്നത്. പാലെന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ്സിൽ ഒരു പകുതി ഓളം നമ്മൾ പാലെടുത്തിട്ട് അതിൽ നിറച്ച് വേണമെങ്കിൽ വെള്ളം എടുത്തിട്ട് ഈ വെള്ളവും പാലും കൂടി കൂട്ടിയിട്ടുള്ളതായിരിക്കുന്ന ആ വെള്ളമാണ് നമ്മൾ തുളസിയിൽ ആദ്യമായിട്ട് ഒഴിക്കുന്നത്. ആ ആദ്യമായിട്ട് ഒഴിക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾ ആ തുളസിക്ക് ചുറ്റും നമ്മുടെ സങ്കല്പം അനുസരിച്ച് സാക്ഷാൽ വൈകുണ്ഠം തന്നെ, അതായത് നാമം ജപിച്ചിട്ടല്ലേ വീട്ടമ്മ ചെയ്യുന്നത്. അപ്പോൾ സാക്ഷാൽ വൈകുണ്ഠം, പാലാഴി, 33 കോടി ദേവഗണങ്ങളും അവിടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞത്. എത്ര സിമ്പിളായിരിക്കുന്ന കാര്യമാണ്. ആ അമ്മ വളരെ ഭക്തിയോടും വിശ്വാസത്തോടും ശുദ്ധിയോടും കൂടി ഈ തുളസി പൗർണമി ദിനത്തിൽ അതിരാവിലെ അതിൽ നട്ട് നനച്ച് കഴിഞ്ഞാൽ ആ തുളസി വളരുന്നതിനനുസരിച്ച് തന്നെ ഇവർക്ക് മനഃശാന്തി ഉണ്ടാകും. അപ്പോൾ എന്നും ആ തുളസി കടക്കൽ പോയി നമ്മൾ വെള്ളം ഒഴിക്കുന്നതായ സമയത്ത്, ഇപ്പം ഞങ്ങളൊക്കെ തുളസിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നാമം ജപിച്ചുകൊണ്ടായിരിക്കും ഒഴിക്കുന്നത്. അങ്ങനെ നാമം ജപിച്ചുകൊണ്ട് നമ്മൾ ആ തുളസിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു വൈഷ്ണവ സ്ഥാനം വന്നിരിക്കുന്നു. അതായത് വിഷ്ണു ഭഗവാൻ നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ലക്ഷ്മി എന്തായാലും കൂടെ ഉണ്ടായിരിക്കും. ഒരു 3 പൗർണമിക്കുള്ളിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും
മാറ്റങ്ങൾ ഉണ്ടാകും. മാറ്റങ്ങൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാനും കഴിയുന്നതാണ്. ഒരു സംശയം കൂടെ രോഹിണി നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവിടെ തുളസി തനിയെ മുളയ്ക്കുമെന്ന് പറയുന്നുണ്ട്, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അത് രോഹിണി നക്ഷത്രം എന്ന് പറയുമ്പോൾ തന്നെ ചന്ദ്രൻ ഉച്ചസ്ഥനാകുന്നതാണ്. അതായത് എല്ലാ നക്ഷത്രങ്ങളിലൂടെയും കടന്നുപോയി രോഹിണിയിലേക്ക് എത്തുമ്പോഴാണ് ചന്ദ്രൻ ഉച്ചത്തിലാകുന്നത്. ആ ചന്ദ്രനെ കൊണ്ട് നമ്മൾ എന്തെല്ലാം, അതായത് ക്ഷീരസാഗരം തന്നെയാണ് ചന്ദ്രൻ. അതുപോലെ തന്നെ ലക്ഷ്മിയെ ദേവി അംശത്തിലാണെങ്കിൽ പരാശക്തിയെയും ഭുവനേശ്വരി ദേവിയെയും അന്നപൂർണേശ്വരിയെയും എല്ലാം കൂടി ഒരുമിച്ച് വിളങ്ങുന്നതായ ഒരു ഭാവമാണ് ചന്ദ്രൻ ഉച്ചത്തിൽ വരിക, രോഹിണിയിലാവുക. കൂടാതെ തന്നെ ചന്ദ്രന്റെ ഉച്ചനാഥനാണെങ്കിൽ ശുക്രനാണ്. അത് സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയല്ലേ, അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷീവാ ഭൃഗുനന്ദന. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ തുളസി താനേ മുളച്ചു വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അത് കൂടാതെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. തുളസി നമ്മുടെ വീട്ടിൽ കെട്ടുപോവുകയാണെങ്കിൽ, അതായത് ഉണങ്ങിപ്പോവുകയാണെങ്കിൽ ആ വീടിന് നാശം എന്നും കൂടി നമ്മൾ നിരീക്ഷിച്ച് കൊള്ളണം. അപ്പോൾ ഒരു തുളസി വീട്ടില് കേടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തുളസി വീട്ടിൽ പാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ളതായിരിക്കുന്ന ഒരു ജ്യോതിഷിയെ പോയി കണ്ട് അതിനുള്ളതായിരിക്കുന്ന ഉപദേശം തേടി വീടിന് കുറച്ചുകൂടി ആത്മീയതയും ശുദ്ധിയും വരുത്തേണ്ടതാണ്.